നമസ്കാരം, മുഹസിനാണ്. ഇന്ന് വലതുഭാഗത്ത് ബുദ്ധനും ഇടതുഭാഗത്തൊരു സ്വാമിമുറിയുമായിട്ടാണ് ഇന്നൊരു ഇഫ്താറിൽ പങ്കെടുക്കാൻ വന്നതാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി എൻ്റെ നാട്ടുകാരിയായ ശ്യാമള ചേച്ചി റംസാൻ നോമ്പ് നോൽക്കുന്നുണ്ട്. റംസാൻ നോമ്പ് മാത്രമല്ല, റംസാൻ കഴിഞ്ഞുള്ള 6 നോമ്പുകളിലും അവർ നോമ്പെടുക്കുന്നുണ്ട്. അതുപോലെ ബറാഅത്ത് നോമ്പ് ഉൾപ്പെടെയുള്ള സുന്നത്ത് നോമ്പുകളും എടുക്കുന്നൊരു വ്യക്തിയാണ്. അവരുടെ വിശേഷങ്ങളും അവരുടെ വീട്ടിൽ നിന്നുള്ളൊരു നോമ്പ് തുറയുമായിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് അതിലേക്ക് ശ്യാമള ചേച്ചി അകത്ത് ഇന്നത്തെ ഇഫ്താറുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണങ്ങൾ റെഡിയാക്കുന്നതിനിടയ്ക്ക് അവരുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് പോകാം. ചേച്ചിയെ, എന്തൊക്കെയാ? നല്ലതന്നെ. എന്തൊക്കെയാ കാര്യമായിട്ടുണ്ടല്ലോ? ഇന്ന് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്, പിന്നെ ഇഡ്ഡലി, പിന്നെ ചെറുപയർ മുളപ്പിച്ചതുണ്ട്, ശംഖുപുഷ്പം കൊണ്ടൊരു ലൈം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഇഫ്താറാണ്. അതെ അതെ. പിന്നെ മുതിര മുളപ്പിച്ചതുണ്ട്. ചേച്ചി എത്ര വർഷമായി ഇപ്പൊ നോമ്പ് നോൽക്കാൻ? ഞാനൊരു 15 വർഷമായി. ഇത് 15ാമത്തെ വർഷമാണ്. എങ്ങനെയാണ് ഈ നോമ്പ് നോൽക്കാനുള്ളത്? അത് ഞാൻ വർക്ക് ചെയ്യണത് ബ്രൈറ്റ് ലൈൻ ഇംഗ്ലീഷ് സ്കൂൾ കാലടിയിലാണ്. അവിടുത്തെ ഒരു ടീച്ചർ നോമ്പ് എടുത്തിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നോമ്പ് നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിച്ചുള്ള നോമ്പല്ലേ, ഞങ്ങളുടെ നോമ്പ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നല്ല, ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് നോമ്പ് പിടിച്ചു നോക്കൂ, അപ്പം അറിയാം, എന്തായാലും ഇടയ്ക്ക് വെച്ച് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞൊരു വാശിയും കൂടിയാണല്ലോ, അങ്ങനെ നോമ്പെടുത്ത് തുടങ്ങിയതാണ്. ആദ്യത്തെ ദിവസം ഒരു ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം കുടിക്കായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കാരക്ക കൊണ്ട് നോമ്പ് തുറന്നു, പിന്നെ പച്ചവെള്ളം കുടിച്ചു. അടുത്ത ദിവസം ഞാൻ ചെമ്പരത്തിപ്പൂവ് തിളപ്പിച്ച് ലേഹ്യം ഉണ്ടാക്കിയിട്ട് ചെമ്പരത്തിപ്പൂവിന്റെ ഒരു തോട്ടം കിട്ടി. വേറെ 1-2 ഡോക്ടേഴ്സിനോട് ചോദിച്ചേക്കുന്നത് നല്ലൊരു ഹെൽത്തിന് നല്ലതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതെനിക്കൊരു വൈദ്യര് പറഞ്ഞതാണ്. ചെമ്പരത്തിപ്പൂ അത് പണ്ടത്തെ 5 ചെമ്പരത്തി അതേണ് പറ്റുള്ളൂ. അത് തിളപ്പിച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇടാം വേണ്ടവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ കുടിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ലെമൺ ഒന്ന് ആഡ് ചെയ്യാം, അത്ര തന്നെ. അപ്പോൾ ഈ നോമ്പ് ഇപ്പോൾ മറ്റൊരാളെ നോമ്പ് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വാശിപ്പുറത്ത് നോമ്പ് മാറ്റാണ് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. 15 വർഷം ഇപ്പൊ നോമ്പ് കാലം വന്നാല് എനിക്ക് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കൂടി വരും. അപ്പൊ ഞാൻ എന്തായാലും എടുക്കും. ബറാത്തിന്റെ നോമ്പ് എടുക്കും, പിന്നെ റമദാൻ മാത്രമല്ല സുന്നത്ത് നോമ്പുകളും എല്ലതും അതൊക്കെ എടുക്കും. 6 നോമ്പുകളോ? 6 നോമ്പ് ഞാൻ എടുക്കും. കഴിഞ്ഞ വർഷം എടുക്കാൻ പറ്റിയില്ല, അതിന്റെ മുന്നത്തെ വർഷം 3 നോമ്പ് എടുത്തു 6 നോമ്പിലത്തെ. ഇനി ഈ പ്രാവശ്യം ഞാൻ എല്ലതും എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ദൈവം എത്തിക്കട്ടെ. ഇപ്പൊ നോമ്പ് നോൽക്കൽ തുടങ്ങിയതിന് ശേഷം ചേച്ചിക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് എന്തൊക്കെയാണ്? കുറെ അസുഖങ്ങൾക്ക് കുറവാണ്. പിന്നെ ഒന്നാമത് എന്താ വെച്ചാല്, നമ്മള് സദാസമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എപ്പോൾ കിട്ടിയാലും കഴിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ ഭക്ഷണം കഴിക്കാതെ നടക്കുന്ന കുറേ പേരുണ്ട്. വിശപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് വിശപ്പ് ശരിക്കും മനസ്സിലാവും. അപ്പോൾ എത്രയോ പേര് ഭക്ഷണം കിട്ടാതെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ വിശപ്പ് അനുഭവിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുകയല്ലേ. അപ്പം നമുക്ക് കഴിയണം അതിന്. കാരണം അവർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണം. അങ്ങനെയുള്ള നല്ല കാര്യം. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്, നല്ല ശരീരത്തിനൊക്കെ നല്ല ഉന്മേഷമാണ്. എനിക്ക് നോമ്പ് നോറ്റിച്ചിട്ട് ക്ഷീണമൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല.
ഇപ്പൊ കുടുംബത്തിൽ നിന്നൊക്കെ എങ്ങനെ ഇതിനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒക്കെ വർഷം ഹസ്ബൻഡ് എടുത്തിരുന്നു, മൂത്ത മോ എടുത്തിരുന്നു. ഇപ്പൊ ജോലി സംബന്ധമായിട്ട് അവര് പല വഴിക്കും പോകുന്ന കാരണം എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ എടുക്കണില്ല. ഞാൻ എടുക്കുന്നതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവര് അതിനൊന്നും അവര് എല്ലാ കുടുംബത്തിലും സപ്പോർട്ട് തന്നെയാണ്. നമുക്ക് ഇവിടെ നമ്മളെ ഫാമിലി സപ്പോർട്ടാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ പറയും, അതാണ് ഇതാണ് ഇത്. അപ്പൊ അവിടേക്കാണ് ഞാൻ വന്നത്. ഇപ്പൊ കുറെ ആളുകള് മറ്റിപ്പോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കുറച്ച് വിഷയങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ അവരോടൊക്കെ എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? അതൊന്നുമില്ല. ഇത് നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ ഒരാളെ പിന്നെ അനുകരിച്ചുകൊണ്ട് ചെയ്യണതല്ല. നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് കാര്യം. പിന്നെ നമ്മൾ നമ്മളെ മനസ്സിനോട് പറഞ്ഞു ഞാൻ ആ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും. അതിൽ ആര് തടസ്സം നിന്നിട്ട് കാര്യമില്ല. അത് എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയല്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടുന്ന് എനിക്കൊരു എതിർപ്പൊന്നുമില്ല. മോൻ വിളിച്ചിട്ട് ചോദിച്ചു അമ്മ നോമ്പ് എടുക്കുന്നുണ്ടോ പ്രാവശ്യം എന്ന് ചോദിച്ചാൽ അമ്മ നോമ്പ് എടുക്കുന്നത് മക്കൾക്ക് സങ്കടമാണ് ഇപ്പോ. മോനെവിടെയാണ്? അപ്പൊ എത്ര മക്കളാണ് ചേച്ചിക്ക്? എനിക്ക് 2 ആള്. മൂത്ത മോന് ഷിപ്പിലാണ്. അവന് ഇപ്പോ ഏതൊക്കെ കുറെ സ്ഥലങ്ങളിലാണ്. നമുക്കൊരു സ്ഥലം കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. ആളിപ്പോ നാട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ വൈഫ് അവിടെ അഗ്രികൾച്ചർ ഓഫീസ് കൃഷിഭവൻ സ്കൂളില് ടീച്ചറായിട്ട് പോകുന്നു. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഒരു എഞ്ചിനീയറുടെ കൂടെ വർക്കിലാണ്. ചെറിയ മോനാണ്. ഒരു നോമ്പൊക്കെ എടുത്തു. അങ്ങനെ എടുത്തു വന്നു. പിന്നെ ഫുഡ് എല്ലാ നോമ്പിനും ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഞാൻ കഴിയണതും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ചെറുതായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ പച്ചമുളക്, വഴുതനങ്ങ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. സമയം കിട്ടണതിനനുസരിച്ചിട്ട് കുറെ ചെയ്യും. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. അത് ഈ റംസാനിലുള്ള ഈ ഒരു നോമ്പാണ് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അതെന്താ വെച്ചാല് ഒരു മാസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. കുറേ നമ്മളെ വയറൊക്കെ ഒന്ന് ഫ്രീ ആയി, മനസ്സും ശരീരവും എല്ലാതുമായി. പിന്നെ മറ്റൊരു നമ്മളെ കൂടെ കുറെ ആൾക്കാരുണ്ട്. സ്കൂളിൽ തന്നെ കുറെ പേര് അങ്ങനെ ഉണ്ട്. വേറെ ഒരു ടീച്ചറും കൂടി ഉണ്ട് അവിടെ സ്കൂളിൽ. ആ ടീച്ചർ 6 വർഷമായി. ഇല്ല, അവർക്ക് വരാൻ പറ്റില്ല. അവര് ആരൊക്കെയാ ഹോസ്പിറ്റലിലായ കാരണം. അങ്ങനെ പിന്നെ കുറെ പേരുണ്ട്. നോമ്പ് തുറണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്കൂളില്. അന്ന് 2-3-4 ടീച്ചർമാരെടുത്തിരുന്നു. അത്താഴം മുതൽ 4 മണിക്ക് എണീക്കും. അത്താഴത്തിന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കും. എനിക്ക് വല്ലാതെ ഒന്നും രാവിലെ കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഈത്തപ്പഴവും കുറച്ച് വെള്ളം കുടിക്കും. അല്ലെങ്കിൽ 2 അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട്. ഇല്ല, ഇപ്പൊ എന്തായാലും ഇല്ല. പിന്നെ പൊരിച്ച കടികളൊന്നും ഞാൻ കഴിക്കാറില്ല. ചില ദിവസങ്ങളിൽ ഞാൻ കുറച്ചുണ്ടാക്കും. അപ്പൊ ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട്. നോമ്പ് പിന്നെ ബാങ്ക് കൊടുത്ത് വിളക്ക് കൊളുത്തി കാരക്ക കൊണ്ട് നോമ്പ് ഇറക്കും. പച്ചവെള്ളം കുടിക്കും. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും. വാട്ടർമെലൺ നല്ലോണം കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ദോശ, ഇഡലി അങ്ങനെ എന്തെങ്കിലും. ചേച്ചിയുടെ സ്വന്തം വീട്? എന്റെ വീട് എടപ്പാള്, കാലടി. അങ്ങനെ അവിടെ ഞാൻ സ്കൂള് തുടങ്ങുമ്പോൾ 25 വർഷമായി അവിടെ ജോലി. അവിടെ ഓഫീസിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് നോമ്പ് പറയാൻ പറ്റുള്ള. ആയിക്കോട്ടെ, ശരി. നമ്മൾ ചേച്ചി ഇതിൻ്റെ ഒപ്പം കൃഷികളും കൂടി ചെയ്യുന്നുണ്ട്. മുറ്റത്ത് നിറച്ച് ചെടികളുണ്ട്. അതുപോലെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ചീനമുളക്, വഴുതന, ചെറുനാരങ്ങ, വാഴ, അങ്ങനെ കുറച്ച് ചെറുതായിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചീനമുളക്. ഇത് കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലിയാണിത്. അങ്ങനെ കുറെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തരം വഴുതന, വലിയ വഴുതന. അപ്പൊ ഈ സ്കൂളിൽ പോക്കും ഇതൊക്കെ പാടെ എങ്ങനെ സമയം കിട്ടുന്നു? അതിങ്ങനെ ഒഴിവുള്ള നേരം ചെയ്യും. തക്കാളി, അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ പച്ചക്കറിയൊക്കെ ഇവിടെ ഉണ്ടല്ലേ. പുതിന, അതുപോലെ ഇനി കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ബോഗൺ. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇതാണ് ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അനിൽ. അനിൽ എന്താണ്? ചേട്ടനും തുടക്കത്തിലൊക്കെ നോമ്പെടുത്തിയെന്നാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ ജോലി തിരക്കും കാര്യങ്ങളും ഇതൊക്കെ പടയൊക്കെ ബുദ്ധിമുട്ടാണ്. അതാണ് ചേട്ടൻ. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങൾ മുന്നേ പരിചയമുള്ള ആളുകളാണ്. ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇതില് കായ ഇതപ്പോ പൂവിട്ടിട്ടുള്ളൂ. പിന്നെ അത് വലിയ മുരിങ്ങയാണ്. വലിയ കായ ഉണ്ടാവണം മുരിങ്ങ. ഇത് മാതള നാരങ്ങ.
ഇത് ബട്ടർ, ചിക്കു ഇതാ കായച്ചേക്കണ്, പിന്നെ ചെറുനാരങ്ങ, പിന്നെ ഇവിടെ കൊറേ ചീര നട്ടിരുന്നു, കൊറേ എടുത്തു. ഇത് കൊടംപുളി, ഇത് പീനട്ട് ബട്ടർ. ഇതൊരു 4-5 തരം മുളകുണ്ട് ഇവിടെ. ഇതൊരു വലിയ മുളക്, ചീനമുളക്, വെള്ളമുളക്. ഇത് വേറൊരു മുളക്. പിന്നെ ഇത് മധുരമുള്ള അമ്പാഴയാണ്. ഇത് ഈ മരം അതെ. പിന്നെ അല്ല, ഇത് തന്നെ പീനട്ട് ബട്ടർ. ഇതൊക്കെ നിറയുണ്ട്. മുള്ളൻചക്ക ആണതല്ലേ? എല്ലാ ഒരുവിധ അസുഖങ്ങൾക്കൊക്കെ ഇപ്പൊ തെരഞ്ഞെടുത്തിട്ട് ആൾക്കാർ ഇത് വാങ്ങിച്ചുകൊണ്ടുണ്ടല്ലേ. പിന്നെ പറിച്ച് നടാനുള്ളതാണിത്. അതില് ചെറിയ മീനുണ്ട്. അവിടേക്കൊക്കെ ഉണ്ട് ഇങ്ങനെ മുളകുകൾ ഇഷ്ടംമാതിരി ഓരോ വെറൈറ്റി മുളകുകളുണ്ട്. പിന്നെ ഒരു സൈഡ് ഇവിടെ മൊത്തം കറ്റാർവാഴ വെച്ചിട്ടുണ്ട്. ഈ സൈഡില് അരൂല്. ഈ സൈഡിൽ ഇങ്ങനെ കറ്റാർവാഴകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ കഴുങ്ങ്, തെങ്ങ്, അങ്ങനത്തെ പരമ്പരാഗതമായിട്ടുള്ളത് അത് വേറെ ഉണ്ട്. കുരുമുളക് ഇത് വേറെ. അതിന്റെ പുറമെ ഇപ്പൊ ചെറുനാരങ്ങയും ഇവിടെ ഭാഗത്തുകൾ കാണുന്നുണ്ട്. അതുമാതിരി കുറെ അലങ്കാര സസ്യങ്ങൾ. ഇത് മണി പ്ലാന്റുകൾ ഒരു 20 തരം ഉണ്ട് ഇതില്. 20 തരം മണി പ്ലാന്റ് വെറൈറ്റികൾ നമുക്ക് കാണുമ്പോ കാണുമ്പോ ഒക്കെ ഒന്നാണ്. അല്ല, ഇലകൾക്ക് വ്യത്യാസമുണ്ട്. ഇത് ചെറിയ ഇലയാണ്, ഇത് പുള്ളിയുള്ള ഇലയാണ്, ഇത് ഒരു പച്ച ഇലയാണ്, ഇത് നീണ്ട ഇലയാണ്. ഒക്കെ വെറൈറ്റിയാണ്. 20 ഐറ്റം അതുപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ളത് മണി പ്ലാന്റ്. അതിൽ ഏറ്റവും ഭംഗിയുള്ളത് ഇതാണ്. ഇത് ഏറ്റവും ഭംഗിയുള്ളത് ഇരുവെണ്ണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഇതാണല്ലേ. പിന്നെ അതുപോലെ ബോഗൺവില്ല വേറുണ്ട്. ഇത് പിന്നെ ആന്തൂറിയം. പൂവൊക്കെ പോയതാണ് ഇതിന്റെ. ഇത് നല്ല ചുവപ്പ് പൂവാണിത്. ആന്തൂറിയം. ഇതൊരു പിങ്ക്. ഇത് വൈറ്റ്. വെറൈറ്റി. അത് ഇത് വൈറ്റ്, പിങ്കിന്റെ വലുത്. പിന്നെ ഇവിടെ ഒക്കെ ഈ ഇലച്ചെടികള്, അഗ്ലോണിമ, അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഉണ്ട് ഇതില്. കൃഷിയിലും കുറച്ച് പ്രത്യേകം താല്പര്യം. പിന്നെ ഇത് ഓർക്കിഡ്. ഇത് വൈറ്റ് ഓർക്കിഡ്. ഇത് നമുക്ക് പെട്ടെന്ന് അധികം കാണാത്തൊരു സാധനമാണ്. അത് ഓർക്കിഡ്. നീല ഓർക്കിഡ്. ഇതാ പൂവിട്ട് നിൽക്കണു. ഇത് ഞാൻ അവിടെ ഒക്കെ തൂക്കാനൊരു സൗകര്യം ആക്കിയിട്ട് വേണം അങ്ങോട്ട് കെട്ടി തൂക്കാൻ. നിറയെ ഒക്കെ ഉള്ളതാണ്. പിന്നെ ബോഗൺവില്ല. ബോഗൺവില്ല പിന്നെ അതിലും ഉള്ളതിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് എണ്ണം വെച്ചിട്ടുണ്ടല്ലേ. ഇതൊരു ഉണ്ടയാണ്. ഇത് വൈറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ മുകളിൽ മുള്ളില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റു മുള്ളുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് മുള്ളില്ലാത്തതാണ്. ഇത് മുള്ളില്ല. ഇതെന്താ സാധനം? ഇതൊരു മരച്ചെടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് എന്താ പറയേണ്ടത്, ഇത് ദുർലഭമായിട്ട് ചില സ്ഥലങ്ങളിൽ കാണുള്ളൂ. മുള്ളില്ലാത്ത ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു. ഇത് മുള്ളില്ലാത്തതാണ്. ഈ 3 ഇവിടെ ഇരിക്കണ ഇത് മുള്ളില്ലാത്തത്. ഇതും വയലറ്റും വൈറ്റും ഓറഞ്ച്. പിന്നെ ഇതൊക്കെ മുള്ളുള്ള ഐറ്റാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ. പിന്നെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് ഉണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ ചേച്ചി അവിടെ ഭക്ഷണം റെഡി ആക്കുന്നതിന്റെ ഇടക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അഡീനിയം. അതേതാണ്? ഒരുപാട് കേൾക്കാത്ത പേരുകളാണല്ലോ. ഇത് അഡീനിയം. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ഇതല്ലേ, ഈ വേരിനാണ് ഇതിന്റെ പ്രത്യേകത. ഇതിങ്ങനെ കോഴിയുടെ രൂപം, ആടിന്റെ രൂപം, അങ്ങനെയായിട്ട് വരുന്നതാണ്. ഇത് എന്താ വെച്ചാൽ ഇതിന്റെ ചട്ടി മാറ്റേണ്ട സമയം കഴിഞ്ഞുകൊണ്ട് കറക്റ്റ് ആയിട്ടില്ല. ഇതായും കൊണ്ട് വരുന്നുണ്ട്. പൂവിന് പ്രത്യേകതയാണ് ഇതിന്റെ. ഇത് ഈ ഒരു കളറ്, ആ കളറിൽ തന്നെ അതിന്റെ ഒരു ചെറിയ ചേഞ്ച് ഉള്ള കളറാണ് ഇത്. കുറച്ച് കൂടിയത്.
ഇനി ഇതിന്റെ വൈറ്റ് ആണ് ഇവിടെ ഉള്ളതൊക്കെ, അത് പൂവിട്ടില്ല. ഇപ്പൊ ഇത്ര പൂട്ട് നിക്കണുള്ളൂ. പിന്നെ ഇതിന്റെ തൈകളാണ് ചേച്ചി സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ 1-2 ചെടി വാങ്ങിക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് ഉണ്ടാക്കണതാണ്. അപ്പൊ പിന്നെ ഇതിനൊരു നീണ്ടിട്ടൊരു കായാണ്, അത് അപ്പൂപ്പന്താടി പോലെയാണ്. വലുതായി കഴിഞ്ഞാൽ പൊട്ടി തുളിച്ചു പോകും. അപ്പൊ അതിന്റെ മുന്നേ അത് കെട്ടി വെക്കും, എന്നിട്ട് ഉണക്കിയിട്ട് ചട്ടിയിൽ പാവിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ തൈയാണ് ഇത്. ഇത് അടീനിയം. അത് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ? കൊടുക്കൽ തുടങ്ങിയിട്ടില്ല, ഞാൻ കുറച്ച് എനിക്ക് സമയം കിട്ടില്ല, അത് വേണ്ട പോലെ ആക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് അഗ്ലോണിമ, പുള്ളി അഗ്ലോണിമ. ഇതിന്റെ വെറൈറ്റിയാണ് അവിടെ ഉള്ള ചുവപ്പും വേറൊക്കെ. പിന്നെ നമ്മളെ വീടിന്റെ അവിടെ ഇരിക്കുന്ന മണി പ്ലാന്റ് വേറെ ഉണ്ട്. സമയം കണ്ടെത്തുന്നത് ഇത് നനയ്ക്കല് ഹസ്ബൻഡാണ് അധികം ചെയ്യല്. ഞാനുള്ള ദിവസം ഞാൻ ചെയ്യും, ശനി ഞായറും ചേച്ചി ചെയ്യും. ശനിയാഴ്ച സ്കൂളുണ്ട്, സ്കൂൾ ഇല്ലാത്ത ദിവസം. പിന്നെ ഞായറാഴ്ച ഡ്യൂട്ടി മാത്രം ചേച്ചി. ഞായറാഴ്ച ഫുള്ള് ഡ്യൂട്ടിയാണ്, വീട് ക്ലീൻ ആക്കല്, പിന്നെ ചെടികൾ നനയ്ക്കല്, മാറ്റി വെക്കല്. ഇപ്പൊ മാറ്റി വെക്കാൻ കഴിയാത്തതുകൊണ്ട് ചില ചെടികളൊക്കെ ഇങ്ങനെ കേട് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ 2 ദിവസം ലീവ് കിട്ടുമ്പോ അത് മാറ്റി വെക്കും. വെക്കേഷന് കുറച്ച് ദിവസം ഉണ്ടാവും. ഇത് അടീനിയത്തിന്റെ വെറൈറ്റി ആട്ടോ, ഇത് വലുത്. അടിഭാഗത്താണ് നിങ്ങൾ പറഞ്ഞത്? അടിഭാഗത്താണ് ഇത്. പക്ഷെ അത് അടിയിലേക്ക് ആക്കാൻ ചട്ടി മാറ്റേണ്ട സമയം വൈകി നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയില്ല. ഇല്ല, അത് അടിയിൽ കടയിട്ട് നിക്കുന്നുണ്ട്. മാറ്റി വെക്കുമ്പോ പിന്നീട് ഒരു സമയത്ത് ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചുതരാം. നല്ല ഭംഗിയാ കട. ഇത്ര ഉയരം വെക്കില്ലേ മരം, ഇത് ഇവിടെ വെച്ചോണ്ട് ഇങ്ങനെ ഉയരം വെച്ച് പോവുകയാണ്. ഇത് നമ്മൾ പണ്ട് എതക്കിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ സാധനം ഞങ്ങനെ ചട്ടിയിൽ കൊടുന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയതാണ്. പിന്നെ ഇത് എന്താണ് തത്തമ്മക്ക്, അതെ അതെ അതെ. പിന്നെ ഇത് വേറെ മണി പ്ലാന്റ് ആണ്. ഇത് എന്നോട് വന്നിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന്. പ്ലാസ്റ്റിക്കിന്റെ ഇല്ല, ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് ഞാൻ. ഇത് കാണുമ്പോഴും ഇതൊക്കെ ഒരു തൊട്ടാൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഫീലിംഗ് ആണ് ഈ സാധനം. പക്ഷെ ഇത് പ്ലാസ്റ്റിക് അല്ല, നാച്ചുറൽ സാധനമാണ്. ഇത് ഇങ്ങനെ വരുമ്പോ തന്നെ ഇങ്ങനെ റൗണ്ട് ചുറ്റി കൊടുക്കും ഞാൻ, നീണ്ടു പോവാതെ. നീണ്ടു പോയതൊക്കെ അത് അവിടെ വെക്കണം. ഇതൊക്കെയാണ് ചേച്ചിയുടെ വിശേഷങ്ങളും. അതെ, ചേച്ചിയുടെ വീടിന്റെ വിശേഷങ്ങളും ചേച്ചിയുടെ നിത്യജീവിതത്തിലുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് ചേച്ചിയുടെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെയാണ് നമ്മൾ ചേച്ചി നോമ്പ് തുറക്ക് ഉണ്ടാക്കിയ വിഭവങ്ങൾ. ചെറുപയർ മുളപ്പിച്ചത്, ഇതെന്താണ് ചേച്ചി മുതിര മുളപ്പിച്ചത്, ഇഡ്ഡലി, വെള്ളപ്പം. ചട്ടിയിലെന്താണ്? ചിക്കൻ കറിയാണ്. ചിക്കൻ കറി, ചിക്കൻ കറി റെഡിയാണ് ചേച്ചിയത്. അതുപോലെ വെള്ളപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി ഫുള്ള് ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളാണ് ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ളത്. കുക്കറിൽ കടലക്കറി റെഡിയാക്കിയിട്ടുണ്ട്, മൺചട്ടിയിൽ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്, അതുപോലെ പഴം പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഇഫ്താറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചേച്ചി ചെയ്യുന്നത് ഫുൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചേച്ചി ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി ഡ്രിങ്കാണ്. ഇത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട്. ഇത് നമ്മൾ ശ്യാമള ചേച്ചിയുടെ മോനാണ്. അവൻ്റെ പേരെന്താണ്? അനിരുദ്ധും വർഷം 1-2 നോമ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അനിരുദ്ധ എൻ്റെ അനുഭവങ്ങളും എന്താണ് പറയുന്നുണ്ട്. അനിരുദ്ധ എത്ര നോമ്പെടുത്ത പ്രാവശ്യം? ഈ പ്രാവശ്യം 2-3 നോമ്പ്. ഫസ്റ്റ് ഒക്കെ നല്ല തലവേദന ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ ടെൻഡ് ഉണ്ടായിരുന്നു, മുറിച്ചാലോ തോന്നും. പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടുണ്ട്. നോമ്പ് നോറ്റതിന് ശേഷം എന്തെങ്കിലും ഒരു മെന്റലി എന്തെങ്കിലും ഒരു ഫീലിംഗ് വന്നിരുന്നോ? ആശ്വാസം തോന്നിയിരുന്നു. ഇതിന് മുന്നേ ഈ വർഷം മുന്നത്തെ വർഷം നോമ്പ് പറ്റുന്നുണ്ടായിരുന്നോ? ഒരെണ്ണം പറ്റുന്നു. ഏത് സ്കൂളിൽ പഠിക്കുന്നത്? ഞാൻ ബ്രൈറ്റ്ലൈൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എത്രയിലാണ്? ഞാൻ 7th. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് എന്റെ ബ്രദറുണ്ട്, ബ്രദറിന്റെ വൈഫ് ഉണ്ട്, പിന്നെ ഒരു
ചിൽഡ്രൻ ഉണ്ടാവില്ല. പിന്നെ അച്ഛൻ അമ്മ. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ മുമ്പ് ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക്. പ്രത്യേകത എന്താണ്? ഇത് ശംഖുപുഷ്പാണ്. ശംഖുപുഷ്പമാണ്. അതെങ്ങനെ ചേച്ചി ഇങ്ങനെ ഈ ചെമ്പരത്തി ശംഖുപുഷ്പം അങ്ങനത്തെ വെറൈറ്റി ഡ്രിങ്കുകളാണ്? അതങ്ങനെ നമ്മള് വൈദ്യരുടെ അടുത്തൊക്കെ പോകുമ്പോഴേ പറയും ഇതൊക്കെ നല്ലതാണ്, ഹെൽത്തിന് നല്ലതാന്ന് പറയും. അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോന്നുണ്ടാക്കും. ഇനി റോസ് പൂവിന്റെ ഉണ്ടാക്കാണ്ട്. കാര്യങ്ങളാണ് ഇതൊക്കെ. ചേച്ചി നല്ല ഗ്രാൻഡായിട്ട് തന്നെ നോമ്പുറ സജ്ജീകരിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകളുള്ളതുണ്ടെങ്കിലും എല്ലാവർക്കും ഉള്ള ഗ്രാൻഡായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, 15 വർഷമായിട്ട് ചേച്ചി നോമ്പ് ഇവർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ ഒരു അയൽവാസിയാണ് ജൻസർ. ശംഖുപുഷ്പത്തിൻ്റെ ഡ്രിങ്ക് എങ്ങനെയുണ്ട്? ഷെറ ഇത് മുന്നേ കുടിച്ചണോ? ഇല്ല. ജൻസറ എങ്ങനെയുണ്ട് ചേച്ചിയുടെ വീട്ടിൽ നോമ്പറ? നല്ല ഉഷാറായിക്കണം. ഇപ്പം നമുക്ക് നല്ല അതാണ്. സാമ്പാറും കടലക്കറി വെച്ചിട്ട് എന്നാ കടലക്കറി നമ്മളവിടെ പോയാൽ പൊറോട്ട വെച്ച് പൊറോട്ട കഴിക്കുമ്പോൾ പറയും ഒന്ന് പെയിന്റ് അടിക്കാന്നാ പറയാം. അതായത് സാമ്പാർ വയ്ക്കാന്ന് പെയിന്റ് അടിക്കാൻ പറയാം. നല്ല കച്ചവടം. ആ സ്കൂൾ കൊണ്ടാണ് ആള് ഇഷ്ടപ്പെട്ടത്. ചായത്തെ ചൂടാറുപ്പോ ഈ കഴുത്തിന്റെ പീസ് ഇതാ. ഈ സാധനം ആദ്യം തീരെ ഇഷ്ടമില്ല. അതെ, പക്ഷെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും ചിക്കന്റെ പരിപാടിന്റെ ഇടയിൽ ഒരു ചിക്കന്റെ ഒരു കഴുത്തിന്റെ കഷ്ണം ഉണ്ടാവും. അങ്ങനെ തിന്ന് പിന്നെ ഇഷ്ടം തുടങ്ങിയതാ. ഇവിടെ അനിയേട്ടന് ഇഷ്ടമല്ല, പക്ഷെ എവിടെ പോയാലും അനിയേട്ടനാ സാധനം ഒരു ചെറിയ കഷ്ണമെങ്കിലും കിട്ടും. പക്ഷെ ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഈ അലയൻ ഹോട്ടലിൽ വന്ന് അവിടെ ഇത് നമ്മളെ ഇവിടെ അപ്പുറം 2 വീട്ടിൽ അവിടെ വർക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അവർക്ക് ഈ കോഴിനെ കട്ട് ചെയ്ത് കഴുത്ത് മാത്രം അവിടെ പാക്ക് ചെയ്ത് തരുമ്പോൾ ഈ കഴുത്ത് മാറ്റിയിടും. കഴുത്തൊരുത്തിരി നീളം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കഷ്ണം ബാക്കിയുള്ളത് മാറ്റിയിടും. അപ്പോൾ അവർക്കത് അവർ വരുമ്പോൾ കുട്ടായിരുന്നു വരുമ്പോൾ ചെയ്യും. നമ്മളെടുത്ത് വരുമ്പോൾ കൊണ്ടുവരും. അല്ല എന്നാൽ വരുന്നത് അത് മാത്രം കഴുത്ത് മാത്രം. പിന്നെ ഡബിൾ ഉണ്ണിയുള്ള മുട്ടയും ഡബിൾ ഉണ്ണി അങ്ങനെയുള്ള അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വളരെ മനസ്സും വയറും നിറഞ്ഞിട്ടുള്ളൊരു നോമ്പുറയായിരുന്നു. നമ്മൾ അനിലേട്ടൻ്റെയും ശ്യാമള ചേച്ചിൻ്റെയും കൂടെ ആയിട്ടുള്ളത്. അപ്പോൾ അനിലേട്ടാ, ഇപ്പോൾ ഇങ്ങനെ ശ്യാമള ചേച്ചി കുറേ ആൾക്കാർ ഇങ്ങനെ നോമ്പ് നോറ്റാൽ ഇപ്പോൾ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊക്കെ ഒരു പേടിച്ച് നിൽക്കുന്നുണ്ട്. നോമ്പ് തോൽക്കാൻ താല്പര്യമുണ്ട്, പേടിച്ച് നിൽക്കുന്നുണ്ടോ? അവരോട് എന്താ പറയുള്ളത് നിങ്ങൾക്ക്? ഒരു കുഴപ്പമില്ല, ആരോഗ്യം നന്നാവുക. നിങ്ങളെ 15 വർഷക്കാലം എനിക്ക് നല്ല അനുഭവമാണ്. നല്ല അനുഭവം. കൊറേ ഫ്ലാറ്റൊക്കെ കൊണ്ട് ഒഴിവാകും. തുടക്കം ഈ നോമ്പ് തുടക്കത്തിലൊരു 3 ദിവസം 2-3 ദിവസം നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് 3 ദിവസം ഒരു ക്ഷീണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ അവിടെ പോയിക്കോളും. അത്രയും വേറെ നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല. അസുഖങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എപ്പോഴും കഴിക്കല്ലേ, അതൊക്കെ അങ്ങോട്ട് ഒഴിവാകും. ക്ഷീണോ കേടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വളരെ സന്തോഷമായി. നല്ല നോമ്പ് തറയായിരുന്നു ഇന്നത്തത്. ശ്യാമളേച്ചി ഒരു 15 വർഷത്തോളമായിട്ട് നോമ്പെടുക്കുന്ന ആളാണ്. അപ്പോൾ അവർ പറഞ്ഞ മാതിരി തന്നെ നല്ല ആരോഗ്യത്തിനും ഇതിനൊക്കെ നല്ലതാണെന്നാണ് പൊതുവേ ഉള്ളത്. അവർക്കൊരു ഇതുണ്ടാവും, നോമ്പ് ഈ നോമ്പെടുത്ത് കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള സംശയം ഉണ്ടാവും അവർക്കൊക്കെ. നമ്മളിതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര ചെറുപ്പം മുതൽ നമുക്കിത് അറിയുന്നതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അവർക്ക് ഇത് നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുണ്ട്. വർഷത്തെ ഏറ്റവും മനോഹരമായ ഒരു ഇഫ്താറിലായിരുന്നു ഇന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ
പൂർണ്ണ വിശേഷങ്ങൾ അവർ ഭക്ഷണം പാചകം ചെയ്യുന്നത് മുതൽ അവർ നോമ്പ് തുറക്കുന്നത് വരെയുള്ള ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാലം ഇതുപോലെ നോമ്പ് നോൽക്കാനുള്ള ഭാഗ്യം ശ്യാമള ചേച്ചിക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ